ടോപ്പ് 10 ഫാസ്റ്റ് ന്യൂസുമായി അശ്വതി കൃഷ്ണ ചേരുകയാണ്. അശ്വതി, എന്തൊക്കെയാണ് ടോപ്പ് 10 ഫാസ്റ്റ് ന്യൂസിലുള്ളത്? തീർച്ചയായും കെ മറ്റു വാർത്തകളും വേഗം നോക്കി വരാം. ടോപ്പ് 10 ഫാസ്റ്റ് ന്യൂസിൽ കേരള എന്ന പേര് മാറ്റി കേരളം എന്നാക്കുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. സർക്കാർ രേഖകളിൽ ഇനി കേരളം എന്നാകും രേഖപ്പെടുത്തുക. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് പ്രചരിപ്പിച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട GST തട്ടിപ്പിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ ചാർജ് മെമ്മോ നൽകി GST കമ്മീഷണർ. നികുതി പിരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന SIT കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ സർവകലാശാലയുടെ വിലക്ക് ലംഘിച്ച SFI പാലയാട് ക്യാമ്പസിൽ അനുമതി നിഷേധിച്ച പരിപാടി സംഘടിപ്പിച്ച വിദ്യാർത്ഥി യൂണിയൻ മുൻകൂർ അനുമതി വാങ്ങിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SFI ദേശീയ നേതാവ് ഐഷി ഘോഷ് പങ്കെടുക്കുന്ന ഷീഫെസ്റ്റ് അധികൃതർ തടഞ്ഞത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം പകർന്ന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം നിർണായക ചുവടുവയ്പ്പിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുമുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായത്തിനാണ് തുടക്കമാകുക. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്കും നാളെ തുടക്കമാകും. മലയാള പുരസ്കാര സമിതിയുടെ മികച്ച കവിതാ സമാഹാരത്തിനുള്ള പുരസ്കാരം എബി ജോൺ തോമസിന്. ഇറങ്ങിപ്പോകുന്നവർ പാലിക്കേണ്ട മര്യാദകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. അമൃത TV തിരുവനന്തപുരം ന്യൂസ് ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ ആണ് എബി. ചലച്ചിത്ര മേഖലയിൽ മികച്ച നടനുള്ള പുരസ്കാരം ഇന്ദ്രൻസിനാണ്. ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ബാനലിനെ അഭിനയത്തിന് ഫർസാന പാലത്തിങ്കലിനെ മികച്ച നടിയായി തെരഞ്ഞെടുത്തു.